കഥയുടെ പേര് മനസ്സിലെ വിളക്ക്. പഴയൊരു തറവാടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു മാധവൻ നായർ. സന്ധ്യാനേരമാണ്. ആകാശത്ത് ചെമ്പരത്തിപ്പൂവ് ചിതറിയതുപോലെ സന്ധ്യ ചുവന്നു തൊടുത്തു നിൽക്കുന്നു. കൂട്ടിന് ആരുമില്ലാത്ത ആ വലിയ വീട്ടിൽ മാധവൻ നായർക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു. മക്കൾ രണ്ടുപേരും വിദേശത്താണ്. അവർക്ക് തിരക്കോട് തിരക്ക്. പെട്ടെന്നാണ് മുറ്റത്ത് ഒരനക്കം കേട്ടത്. അയൽപക്കത്തെ 10 വയസ്സുകാരൻ കണ്ണനായിരുന്നു അത്. കയ്യിൽ ചെറിയൊരു മൺചിരാതുമായി അവൻ മാധവൻ നായരുടെ അടുത്തേക്ക് വന്നു. "ദാ മുത്തശ്ശ, ഇതിന്ന് വൈകുന്നേരം ഇവിടെ തെളിക്കണം. അമ്മ തന്നു വിട്ടതാ," കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാധവൻ നായർ ആ ചിരാത് കയ്യിലെടുത്തു. "ഇതെന്തിനാ മോനെ? ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റുകളുണ്ടല്ലോ," അദ്ദേഹം ചോദിച്ചു. കണ്ണൻ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. "മുത്തശ്ശ, കറണ്ടടിച്ച പുറത്തെ വെളിച്ചം വരും. പക്ഷെ ഈ ചിരാത് തെളിച്ച മനസ്സിനുള്ളിൽ ഒരു വെളിച്ചം വരും എന്നാ അമ്മ പറയുന്നത്. ഒറ്റയ്ക്കിരിക്കുന്നവർക്ക് ഈ വെളിച്ചം നല്ല കൂട്ടിരിക്കും." കണ്ണൻ പോയി കഴിഞ്ഞും ആ വാക്കുകൾ മാധവൻ നായരുടെ ഉള്ളിൽ തങ്ങി നിന്നു. അദ്ദേഹം ആ മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് ഉമ്മറത്തെ തൂണിന് ചുവട്ടിൽ വച്ചു. ചെറിയൊരു കാറ്റിൽ ആ ജ്വാല ഒന്ന് ആടി ഉലഞ്ഞെങ്കിലും അണഞ്ഞില്ല. ആ ചെറിയ വെളിച്ചം നോക്കിയിരുന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. കൂട്ടുകാരും ബന്ധുക്കളും നിറഞ്ഞ ആ പഴയ ഉമ്മറം. അന്ന് രാത്രി മകൻ വിദേശത്ത് നിന്ന് വിളിച്ചപ്പോൾ മാധവൻ നായർ പരാതികളൊന്നും പറഞ്ഞില്ല. പകരം ആ ചെറിയ ചിരാതിനെക്കുറിച്ചും അത് നൽകിയ സന്തോഷത്തെക്കുറിച്ചും പറഞ്ഞു. അച്ചടി ശബ്ദത്തിലെ മാറ്റം മകനെ അത്ഭുതപ്പെടുത്തി. "അച്ഛാ, ഞങ്ങൾ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്, മക്കളെയും കൊണ്ട്. അവിടെ ആ ഉമ്മറത്തിരുന്ന് നമുക്ക് ഒരുപാട് കഥകൾ പറയണം," മകൻ പറഞ്ഞു. ഫോൺ വെക്കുമ്പോൾ മാധവൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മറത്തെ ആ ചെറിയ മൺചിരാത് ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ വെളിച്ചം മുറ്റത്തെ ഇരുട്ടിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏകാന്തതയെയും മായ്ച്ചു കളഞ്ഞിരുന്നു.